بسم الله. الحمد لله رب العالمين الرحمن الرحيم. الصلاة والسلام على أشرف الخلق سيدنا ونبينا ومولانا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن صدق الله العظيم. സൂറത്തു റഹ്മാനിലെ ആദ്യത്തെ ആയത്താണ് ഇവിടെ ഓതി വെച്ചത്. സൂറത്ത് റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിന് ശേഷം വരുന്നത് റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ പോലുള്ള ആയത്തുകളാണ്. പക്ഷേ അർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് അതൊരു ആയത്താക്കി വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നുള്ളത് നമുക്കൊരു സെന്റൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. റഹ്മാൻ എന്നുള്ളത് കാരുണ്യവാൻ എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കാരുണ്യവാൻ, പരമകാരുണ്യവാൻ ഖുർആൻ പഠിപ്പിച്ചു, അല്ലമൽ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു ആയത്താണ്. അതിനെ ഒരു ആയത്തായിട്ട് ഒരു സെന്റൻസ് ആണ്. അതിനെ ഒരു ആയത്തായിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു, ഒരു ആയത്താക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് പകരം റഹ്മാൻ എന്നുള്ളതിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അത് റബ്ബ് ഓരോ ആയത്തുകളും അതിൻ്റെതായ രീതിയിൽ അത് നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ ഓരോ ആയത്തിനെയും തദബ്ബറു എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശപൂർവം തന്നെ അങ്ങനെ ആക്കിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാണ് ഇതൊരു ആയത്താണ്, ഇതിനെ നിങ്ങൾ ഒരു ആയത്തായിട്ട്, ആയത്ത് എന്ന് പറഞ്ഞാല് അറബിയിൽ സൈൻ എന്നാണല്ലോ, ഒരു അടയാളം എന്നാണല്ലോ. റബ്ബിനെ മനസ്സിലാക്കാൻ ഉള്ള റബ്ബ് തന്ന ഒരു അടയാളം ആയിട്ടാണ് ആയ എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അങ്ങനെ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കി പഠിച്ചാൽ മതി എന്ന് പറയത്തക്കം ഉള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് അതിനെ ഒരു ആയത്ത് മാത്രമാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ചെറിയ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അലിഫ് ലാം മീം, അലിഫ് ലാം റ, യാസീൻ പോലുള്ള ഒറ്റ വാക്കിലുള്ള ആയത്തുകൾ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. പക്ഷെ ആ ആയത്തുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വാക്കുകളാണ്. അലിഫ് ലാം മീം എന്നുള്ളത് നമുക്കറിയില്ല അതിന്റെ അർത്ഥം എന്താണെന്നുള്ള അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാഹു അഅലം എന്നാണ്. പക്ഷെ അർ റഹ്മാൻ എന്നുള്ള ഒറ്റ വാക്കുള്ള ഈ ഒരു ആയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ചെറിയ ചെറിയ രീതിയിലെങ്കിലും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചിട്ടും അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മിനെ കുറിച്ചിട്ടും, അള്ളാഹിന്റെ 99 അസ്മാഉൽ ഹുസ്നയിൽ പെടുന്ന ഒരു ഇസ്മാണല്ലോ റഹ്മാൻ എന്നുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ഒരു നാമമായിട്ടും ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും ബിസ്മി വരുന്നിടത്തൊക്കെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നാണല്ലോ. പിന്നെ ഫാത്തിഹയിൽ തുടങ്ങുമ്പോൾ അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവിന് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ രക്ഷിതാവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പറയുന്ന അതിന്റെ ഒരു ഒരു വലിയൊരു ഭാഗം ഏറ്റു പറയുന്ന ആയത്തുകളിൽ നമുക്ക് പറയാം വല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ അതിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ ഒരു അള്ളാഹുവിന്റെ ഒരു മേജർ ഒരു അള്ളാഹു എന്നുള്ളതിന് ശേഷം അർ റഹ്മാൻ എന്നുള്ള രീതിയിൽ നമുക്ക്
ഈ റഹ്മാൻ എന്നുള്ള ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഇസ്മിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ എന്നാൽ എന്താണ് ഈ ഒരു റഹ്മാൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ കഴിയുന്നത്. അതായത് ഈ റഹ്മാൻ എന്നുള്ള ഈ ഒരു വാക്ക് അത് എവിടുന്നാണ് വരുന്നത്, അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ട്രാൻസ്ലേഷനിൽ പലപ്പോഴും കാണാൻ പറ്റും ഈ കരുണാനിധി, കരുണാവാരിധി, ഏറ്റവും കാരുണ്യം കാണിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ മോസ്റ്റ് മേഴ്സിഫുൾ, മോസ്റ്റ് ബെനിഫിഷ്യന്റ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ കരുണ എന്നുള്ളതും റഹ്മാന്റെ അർത്ഥവും തമ്മിലുള്ള ഒരു ഒരു കരുണ എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കുറവുകൾ വരുന്നുണ്ട്. അതിൽ റഹ്മാൻ എന്നുള്ളതിന്റെ എല്ലാ ഇതും അടങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ റഹ്മാൻ എന്നുള്ള വാക്ക് വരുന്നത് ഒരു റ, ഹ, മ എന്നുള്ള 3 അക്ഷരങ്ങളിന്റെ ഒരു റൂട്ടിൽ നിന്നാണ് റഹ്മാൻ എന്നുള്ള ഒരു വാക്ക് വരുന്നത്. അതേ റൂട്ടിൽ നിന്ന് വരുന്ന വേറൊരു വാക്കാണ് റഹം, അല്ലെങ്കിൽ അർഹാം. ഖുറാനിലെ അർഹാം എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പറയുന്ന റഹം എന്നുള്ള വാക്കാണ്. റഹം എന്ന് പറഞ്ഞാല് ഗർഭപാത്രത്തിനെ പറയുന്ന ഒരു വൂമിനെ പറയുന്ന ഒരു വാക്കാണ് റഹം എന്നുള്ളത്. അപ്പോ റഹ്മാൻ എന്നുള്ളത് ആ ക്വാളിറ്റീന്റെ ഒരു എക്സീഡിങ് സൂപ്പർലേറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റഹ്മാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗർഭപാത്രത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയെ, ആ കുട്ടിക്ക് വേണ്ട എല്ലാവിധ പോഷക ഗുണങ്ങളും എല്ലാവിധ സംരക്ഷണങ്ങളും എല്ലാവിധ ആശ്വാസവും എല്ലാവിധ അഭയവും നമുക്ക് ആ കുട്ടി അറിയാതെ തന്നെ ആ ഗർഭപാത്രം ആ കുട്ടിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല, ആ കുട്ടി ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത്, കറക്റ്റ് സമയത്ത് ആ കുട്ടി അറിയാതെ തന്നെ ആ കുട്ടിക്കുള്ള വേണ്ട ഭക്ഷണങ്ങൾ ഉൾക്കൊടിയിലൂടെ ആ ഗർഭപാത്രം കുട്ടിക്ക് കൊടുക്കുന്നു. ആ കുട്ടിക്കുള്ള എല്ലാവിധ സേഫ്റ്റിയും എല്ലാവിധ ഗ്രോത്തിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളും ആ ഗർഭപാത്രം ആ കുട്ടിക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ആ കുട്ടി അറിയുന്നില്ല, ഇപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അത് ഇങ്ങനെ മാറ്റി തന്നിട്ടുണ്ട് എന്നോ, അല്ലെങ്കിൽ എനിക്കിപ്പോ വിശക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു ആഹാരം എന്നത് ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഹ്യൂമൻ ഓർഗനാണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല. ഈ ഗർഭപാത്രം എന്താണെന്ന് പോലും, അതിന്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് പോലും ചിലപ്പം ആ കുട്ടിക്കൊരു അറിവുണ്ടാവില്ല. അപ്പൊ അതുപോലെയാണ് അള്ളാഹുവിന്റെ മനുഷ്യനോടുള്ള റഹ്മത്ത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ, നമുക്ക് ചില ആൾക്കാർക്ക് ഈ റബ്ബിന്റെ എക്സിസ്റ്റൻസ് പോലും ചിലപ്പം അറിവുണ്ടാവില്ല. പക്ഷെ എന്നാലും അയാൾക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് അതായ സമയത്ത് അത് അയാൾക്ക് എത്തിച്ചേരുന്നു അള്ളാഹുവിന്റെ റഹ്മത്തിലൂടെ എന്നുള്ളതാണ്. അത് വെറും ഒരു കാരുണ്യം മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാം. കാരുണ്യം എന്ന് പറയുമ്പോൾ ഒരു കരുണ കാണിക്കുക ആൾക്കാരോട്. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പുറത്തു കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ആ റഹ്മത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഒരു കാരുണ്യമായിട്ട് കാണുക എന്നുള്ളതും. ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ
പറയുന്നുണ്ട്, വജാലലക്കും സമാഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് വജാലലക്കും കാഴ്ചയും അല്ല കേൾവിയും, വൽ അബ്സാറ കാഴ്ചയും, വൽ അഫ്ഇദ ഫീലിങ്സും, ഫുആദുകൾ ഞാൻ നിനക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഖലീലൻ മാ തഷ്കുറൂൻ, അതിൽ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മള് മനസ്സിലാക്കുക, നമ്മളെ ഈ കാഴ്ച, നമുക്കൊരു കാഴ്ച, നമ്മളത് ചിലപ്പം മനസ്സിലാക്കുക, നമുക്കൊരു കാഴ്ച റബ്ബ് തന്നു. ആ കാഴ്ചയിലൂടെ ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് കണ്ണ് വന്നു, ആ കണ്ണിലൂടെ ഞാൻ കാണുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ കാഴ്ച എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റഹ്മത്തായിട്ട് നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് ഓരോ നിമിഷവും നമ്മൾ കാണുന്നത്, കണ്ണ് നമുക്കൊരു ഡിവൈസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിലും ആ കണ്ണിലൂടെ നമ്മളെ കാണിപ്പിക്കുന്നത് റബ്ബാണ് എന്ന് മനസ്സിലാക്കുക. അന്നേരമാണ് അതിന്റെ റഹ്മത്തിന്റെ ഒരു ഒരു കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. റഹ്മത്ത് എന്നുള്ളത് നമുക്ക് മുമ്പ് ഒരു പ്രാവശ്യം റഹ്മത്ത് തന്നിട്ട് റബ്ബ് നമ്മളെ വിടലില്ല. നമുക്ക് ഓരോ സമയവും നമ്മൾ കാണുമ്പോൾ, ഓരോ നിമിഷവും നമ്മൾ കാണുമ്പോൾ വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് വന്ന് കയറുമ്പോഴും, അതിൻ്റെ ഒരു സിഗ്നൽ നമ്മൾ തലച്ചോറിലേക്ക് പോകുമ്പോഴും, അതൊരു ചിത്രമായി നമ്മൾ കാണുമ്പോഴും, അതിൻ്റെ ഓരോ നിമിഷവും ഓരോ ഫ്രെയിമും റബ്ബ് നമുക്ക് ആ സമയത്ത് ടെമ്പററിലി നമുക്ക് തന്നതായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ നിരന്തരം അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനെയാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഈ റഹ്മാൻ എന്നുള്ള അറബി ഇതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, റഹം ആൻ എന്നുള്ള ആ ഒരു എൻഡിങ്ങിൽ വരുന്ന ഒരു സൂപ്പർലേറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ റഹ്മത്ത് കാണിക്കുന്നവൻ എന്നുള്ള ഒരു ഇതിനാണ്. അപ്പോൾ ഒരു ഗർഭപാത്രത്തിന്റെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമായിട്ടാണ് നമുക്ക് റഹ്മാൻ എന്നുള്ള ഇതിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റഹ്മത്ത് അത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതും ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതായത് നമുക്ക് മുമ്പ് റഹ്മത്ത് കാണിച്ചതല്ല, മറിച്ച് നിരന്തരം നമുക്ക് റഹ്മത്ത് തന്നുകൊണ്ടേയിരിക്കുന്ന ഒരാൾ എന്നുള്ള ഒരർത്ഥമാണ് റഹ്മാൻ എന്നുള്ള ഇസ്മില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഹദീസില്, സഹീഹ് ബുഖാരിയിലുള്ള ഒരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു 100 ഡിവൈഡ് ചെയ്തു എന്നാണ്. ഈ 100 ഡിവൈഡ് ചെയ്ത ഒരു കാരുണ്യത്തിൽ 99 റബ്ബിന് വേണ്ടി വെച്ചു. അതിൽ ഒരു ഭാഗം ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ആ ഒരു ഭാഗം 100 ആ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന റഹ്മത്ത് എന്നുള്ളത്. അത് ഞാൻ ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉമ്മ ഒരു മക്കളോട്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തുള്ള കുട്ടിയോട് കാണിക്കുന്ന ഇഷ്ടം, കെയർ, സ്നേഹം, കാരുണ്യം, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഇപ്പോ ലോകത്ത് നടക്കുന്നത്, ലോകം സൃഷ്ടിച്ചത് മുതൽ അവസാനം വരെയുള്ള സമയത്തും ഉള്ള ആ ഒരു കാരുണ്യം മൊത്തം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100% അത്. ആ ശതമാനം റബ്ബ് അയച്ച ആ ഒരു ശതമാനമാണ് നമ്മൾ കാണുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ അത്രയും റഹ്മത്തുള്ളതാണ് റബ്ബ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അള്ളാഹു ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നതാണ്, ഇന്ന റഹ്മത്തി തൽഗബ് ഗളബി.
എൻ്റെ റഹ്മത്ത് എൻ്റെ ഗദബിനേക്കാളും വലുതാണ്. ഗദബ് എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ ദേഷ്യം, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ റാത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഗദബ്, അള്ളാഹുവിൻ്റെ വൈരിൽ മൗദൂബി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഗദബ്. ആ ആ ഗദബിനേക്കാളും ഭയങ്കരമാണ് എൻ്റെ റഹ്മത്ത്. നമ്മൾ പണ്ട് മുതലേ നമ്മളെന്തോ അള്ളാഹുവിനോട് പേടി, റബ്ബിനോടുള്ള പേടി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് റബ്ബിനെ പല സ്ഥലങ്ങളിലും നമ്മൾ ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളും വലിയൊരു റബ്ബിന്റെ ഒരു ക്വാളിറ്റിയാണ് റബ്ബിന്റെ മേഴ്സി എന്നുള്ളത്, റബ്ബിന്റെ റഹ്മത്ത് എന്നുള്ളത്. അതിനേക്കാളും വലുതാണ് റഹ്മത്ത് എന്നാണ് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഖുറാനിലെ പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ന്യൂമറിക്കൽ അനാലിസിസ് നടത്തിയതായിട്ട്. രാത്രി പകൽ പോലുള്ള കാര്യങ്ങൾ ഒരേ സമയം ഒരേ നമ്പർ ഓഫ് ടൈംസ് ഖുറാനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ദിവസം എന്നുള്ളത് 365 ദിവസം, യൗം എന്നുള്ള വാക്ക് 365 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതായിട്ട്, യൗമൈൻ എന്നുള്ള വാക്ക് 30 പ്രാവശ്യം, ഷഹർ അതായത് മാസം എന്നുള്ളത് 12 പ്രാവശ്യം, ഒരു വർഷത്തിന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഗുഡ് ഈവിൽ ഹൈർ ഷെർ ഒക്കെ ഈക്വൽ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പണിഷ്മെന്റ് പോലുള്ള വാക്കുകൾ ഖുറാനില് ഈ അധികവും അദാബ് എന്നുള്ള ഒരു വാക്കിലാണ് പണിഷ്മെന്റ്. പിന്നെ വേറെ ചില വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് പണിഷ്മെന്റിനെ ചിത്രീകരിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ നമ്മൾ ഖുറാനിൽ എണ്ണി നോക്കുകയാണെങ്കിൽ 117 പ്രാവശ്യമാണ് ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഒഫൂവ് അല്ലെങ്കിൽ ഗുഫ്രാൻ എന്നുള്ള വാക്കുകൾ, അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ നേരെ ഇരട്ടിയായിട്ടുള്ള 234 പ്രാവശ്യം നമുക്ക് ആ വാക്കുകൾ. അപ്പൊ ഈ ഒരു ഹദീസിന്റെ നമുക്ക് അതിന്റെ ഒരു ഒളിപ്പിച്ചു വെച്ച ഒരു ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പണിഷ്മെന്റ് എത്ര പറഞ്ഞിട്ടുണ്ടോ അത്രയും അതിനേക്കാൾ ഇരട്ടി റബ്ബ് പൊറുക്കുന്നതിനെ കുറിച്ച് ഖുറാനിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പണ്ട് കേട്ട ഒരു കഥയില് ഒരു സൂഫി പണ്ഡിതൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കഥയല്ല, മൂപ്പരുടെ ഒരു ഇതില് നമുക്ക് കേൾക്കാവുന്നത്. അതായത് മൂപ്പര് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ, അന്ത്യനാളില് നീ എൻ്റെ എല്ലാ മനുഷ്യന്മാരുടെയും, എൻ്റെ ഉൾപ്പെടെ എൻ്റെ എല്ലാ സീക്രറ്റീവായിട്ട് ഞാൻ ഒളിപ്പിച്ച് ചെയ്ത പല തെറ്റുകുറ്റങ്ങളും ആരും കാണാതെ ഉള്ള സമയത്ത് ഞാൻ ചെയ്തു വെച്ച പല തെറ്റുകളും കുറ്റങ്ങളും ലോകങ്ങൾക്ക് മുമ്പ്, എല്ലാ ജനങ്ങൾക്കും മുമ്പ് നീ കാണിച്ചു കൊടുക്കും, വെളിപ്പെടുത്തും എന്നാണല്ലോ. പക്ഷെ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും നീ കാണിച്ചു കൊടുക്കരുത്. ഞാൻ ആരും അറിയാതെ ചെയ്തു പോയ തെറ്റുകള് അത് നീ മറച്ചു വെക്കണം. ഇനിയെങ്ങാനും നീ മറച്ചു വെച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ സീക്രറ്റ്സും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. നീ എത്രത്തോളം റഹ്മാനാണ് എന്നുള്ളത്, നീ എത്രത്തോളം പൊറുക്കുന്നവനാണ് എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഈ ഭൂമിയിൽ പിന്നെ നല്ലത് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ ഒരു ഫൊർഗിവ്നെസ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും അള്ളാഹുവിന് അഖ്ലാഖിനോടുള്ള
അള്ളാഹു സൃഷ്ടിച്ചവരോടുള്ള ഒരു സ്നേഹവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അല്ല ഒരു കഥയാണ്. പക്ഷെ അന്ന് വെച്ച് നമ്മള് നല്ലതൊന്നും ചെയ്യണ്ട എന്നുള്ളതല്ല. ഈ ഈ പറയുന്ന ആൾക്കാരൊക്കെ രാത്രി മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ് ഇങ്ങനത്തെ കഥകളൊക്കെ പറയുന്നത് എന്നും കൂടെ നമ്മൾ കണ്ടിട്ട്. ഇപ്പോ നേരത്തെ റിയാസ് സാഹിബ് പറഞ്ഞ പോലെ ഈ റമദാന്റെ 30 ഒരു 3 10ആയിട്ടാണല്ലോ തിരിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ 10ലാണ് നമ്മൾ ഉള്ളത്. ആ 10നെ അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു 10ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ഇതിലും അള്ളാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, അത് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിലേക്ക് ഡൈവ് ചെയ്ത് മനസ്സിലാക്കി അതിനെ തേടാവുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ആ രീതിയിൽ തന്നെ അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ്. ഈ റഹ്മാൻ എന്നുള്ള ഈ സൂറത്തിൽ നമുക്ക് റഹ്മാനിന് ശേഷം അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നുള്ള ആയത്തുകളാണ്. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആദ്യം പറയുന്നത് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. പിന്നെയാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അത് തിരിച്ചല്ലേ അത് പറയേണ്ടത്. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ടാണല്ലോ ആ മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചത്. പക്ഷെ അള്ളാഹു അത് അറിഞ്ഞുകൊണ്ട് തന്നെ റഹ്മാൻ, അതിനുശേഷം അല്ലമൽ ഖുർആൻ, അതിനുശേഷമാണ് ഖലഖൽ ഇൻസാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്തില് ഏറ്റവും വലിയ റഹ്മത്തായിട്ട് കാണുന്നത് ആ അതിലൂടെ നമുക്ക് ആ ഒരു ഓർഡറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റഹ്മത്ത് എന്നുള്ളത് അല്ലമൽ ഖുർആന് നമുക്ക് പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു റഹ്മത്ത് പോലും ഉള്ളത്. അല്ലമൽ ഖുർആൻ ഈ ഖുർആനെ പഠിപ്പിച്ചു, എന്നിട്ട് ആ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കി എന്നും പറയുന്ന ആൾക്കാരെ നമുക്ക്, അങ്ങനെയും പറയുന്ന സ്കോളേഴ്സിനെ നമുക്ക് അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ഈ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും, അള്ളാഹുവിന്റെ സ്പീച്ചാണല്ലോ ഖുർആൻ, കലാമുള്ളാണല്ലോ. അത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ആ രീതിയിലാണ് നമ്മളെ, അതിന് പാകത്തക്ക വിധത്തിലാണ് നമ്മളെ മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പോലും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും വലിയ നിയമത്ത് എന്നുള്ളത്, ഏറ്റവും വലിയ റഹ്മത്ത് എന്നുള്ളത് ഈ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഈ ഖുർആൻ എന്നുള്ളതാണ്. ഈ ഖുർആൻ ഇറങ്ങിയ മാസം കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ ഖുർആനെയും മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ റഹ്മത്തായിട്ടുള്ള ഈ ഖുർആനെ മനസ്സിലാക്കാനും പഠിക്കാനും കൂടുതൽ പഠിപ്പിക്കാനും ഉള്ള ഒരു തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ഈ സൂറത്തിന്റെ തന്നെ എൻ്റെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയത്താണ്. റഹ്മാനിന്റെ അവസാനത്തെ ആയത്തായിട്ട് വരുന്ന തബാരക് ഇസ്മ റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അതിന്റെ അർത്ഥം വരുന്നത് തബാരക, ബർക്കത്ത് കൂടിയതാണ്. ഇസ്മു റബ്ബിക, റബ്ബിന്റെ നാമം, ദുൽ ജലാലി വൽ ഇക്റാം, ഏറ്റവും ജനറസ് ആയിട്ടുള്ളതും ജലാലിയത്തായിട്ടുള്ളതും ആയിട്ടുള്ള റബ്ബ്. ആ റബ്ബിന്റെ ഇസ്മ് ഭയങ്കര ബർക്കത്തോടു കൂടിയുള്ളതാണ്. ഈ
അതായത് ഈ റഹ്മത്ത് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ റഹ്മാൻ എന്നുള്ള വാക്ക് പോരെങ്കിൽ ഈ ഒരു റഹ്മാൻ, ഈ ഇസ്മ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്മ വെച്ചിട്ടാണല്ലോ ഈ സൂറത്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഇസ്മാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു ഇസ്മ അതിന്റെ റഹ്മാൻ എന്നുള്ള ഒരു അർത്ഥത്തില് പോലെങ്കിൽ അതിനേക്കാളും ബർക്കത്ത് കൂടിയതാണ് എന്നും കൂടെ നമുക്ക് ആ ഖുർആനിലെ ആ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു റഹ്മത്തും ആ ഒരു റഹ്മത്തിലുള്ള ബർക്കത്തും നേടാനും അതിനെ അനുഭവിക്കാനും ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമുക്ക് കഴിയുമാറാവട്ടെ. അതിനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين.